ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഇമാക്യുലേറ്റ് എന്ന ഒരു ഹൊറർ മൂവിയാണ്. നായികയ്ക്ക് ചെറുപ്പത്തില് വലിയൊരു അപകടം പറ്റുന്നു. അതിൽ ജീവൻ നഷ്ടമാവുന്ന അവൾക്ക് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുന്നു. അങ്ങനെ അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അത് ദൈവത്തിന്റെ കൃപയാണെന്ന് നായിക വിശ്വസിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നീടുള്ള അവളുടെ ജീവിതം അവള് ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നു. അതായത് അവളൊരു കന്യാസ്ത്രീ ആവുകയാണ്. അങ്ങനെ അമേരിക്കയിൽ ഒരു കോൺവെന്റിൽ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായിക അങ്ങനെയിരിക്കുന്ന ആ സമയത്ത് ഇറ്റലിയിലുള്ള മറ്റൊരു കോൺവെന്റിലേക്ക് എത്തുവാണ്. അവിടെ എത്തിയതിനു ശേഷം നായികയ്ക്ക് സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. നായിക ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്താണ്, ഇവിടെ എത്തിയതിനു ശേഷം നായികയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, അവസാനം നായികയ്ക്ക് എന്ത് പറ്റുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇനി അധികം ലാഗ് അടിപ്പിക്കാതെ നേരെ സ്റ്റോറി നോക്കിയാലോ. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഇറ്റലിയിലുള്ള ഒരു കോൺവെന്റ് കാണിക്കുവാണ്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കന്യാസ്ത്രീ ഇപ്പം നൈറ്റ് ടൈമിൽ ആരും കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് ആരും അറിയാതെ കോൺവെന്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നാൽ അവിടുത്തെ വലിയ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്ന സമയം അതിന്റെ സൗണ്ട് കേട്ട് അവിടേക്ക് ഒരു 4 കന്യാസ്ത്രീകൾ വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുന്ന അവളെ അവര് 4 പേരും കൂടി അതിന് സമ്മതിക്കാതെ അവിടെ വെച്ച് അവളെ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം അവര് 4 പേരും കൂടി ജീവനോട് കൂടി അവളെ ഒരു ശവപ്പെട്ടിയിലിട്ട് അവിടെ കുഴിച്ചിടുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ആ ശവപ്പെട്ടി കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് നിലവിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് മൂവിന്റെ ടൈറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നമ്മുടെ നായികനെ കാണിക്കുവാണ്. നായിക ഒരു കന്യാസ്ത്രീയാണ്. അവൾ ഇത്ര നാളെ ജീവിച്ചുകൊണ്ടിരുന്ന അമേരിക്കയിലായിരുന്നു. ഇപ്പൊ ഇറ്റലിയിലേക്ക് വന്നിരിക്കുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ കന്യാസ്ത്രീ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആ കോൺവെന്റ് ഉണ്ടല്ലോ, അവിടേക്കാണ് നായിക വരുന്നത്. അതൊരു വലിയ കോൺവെന്റ് ആയിരുന്നു. പ്രായമായതും ചെറുപ്പക്കാരികളുമായ ഒരുപാട് കന്യാസ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടുത്തെ സുപ്പീരിയർ മദർ വന്ന് അമേരിക്കയിൽ നിന്ന് വന്ന നായികനെ സ്വാഗതം ചെയ്യുവാണ് അവിടേക്ക്. എന്നാൽ അവർ ഇറ്റാലിയൻ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട് തന്നെ നായികയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നാൽ മദറിന്റെ കൂടെ ഇസബെല്ല എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ട്. അവരാ കാര്യങ്ങൾ ഇംഗ്ലീഷില് നായികയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇസബെല്ല നായികയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ മുറി കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ നായികയാണെങ്കിൽ പ്രായമായ ഒരുപാട് കന്യാസ്ത്രീകൾ അവിടെ കാണുന്നുണ്ട്. ഈ സമയം ഇസബെല്ല നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇവരെല്ലാം ചെറുപ്പത്തിൽ എവിടേക്ക് വന്നതാണ്. ആ കാലഘട്ടം മുതൽ ഇന്ന് ഇതുവരെ ഇവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട നായികയ്ക്കാണെങ്കിൽ അത് അത്ര കണക്ട് ആവുന്നില്ല. ഇസബെല്ല ഉദ്ദേശിച്ചത് ഇവിടെ എത്തിപ്പെട്ട പിന്നെ ഇവിടുത്തെ മോചനം ഇല്ല എന്നാണ്. അങ്ങനെ ഇപ്പൊ നായകനെ കൊണ്ട് റൂം കാണിച്ചതിന് ശേഷവും ഇസബെല്ല അതിനെ പറ്റി സംസാരിക്കുവാണ്. ഇവിടുത്തെ ആംബിയൻസോ ആൾക്കാരെയൊക്കെ കണ്ട നിനക്ക് വളരെ നോർമൽ ആയിട്ട് തോന്നും. പക്ഷെ നീ വിചാരിക്കുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ, മാനസികമായിട്ടും ശാരീരികമായിട്ടും നിനക്ക് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതിനെ പറ്റി നീ ഒന്നും കൂടി ശരിക്കും ആലോചിക്കാൻ പറഞ്ഞ് ഇസബെല്ല വീണ്ടും ഒരു ക്ലൂ കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അപ്പോഴും നായിക അത് കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം നായിക ഒരു കന്യാസ്ത്രീ ആയത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ജീസസ് നോക്കിക്കോളൂ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നായികന്റെ റൂമിലേക്ക് ജൂലി എന്ന് പറയുന്ന മറ്റൊരു കന്യാസ്ത്രീ വരുവാണ്. ഒരു കന്യാസ്ത്രീ ആണെങ്കിലും സിഗരറ്റ് എല്ലാം വലിച്ചുകൊണ്ടാണ് അവൾ അവിടേക്ക് വന്നിരിക്കുന്നത്. ഇത് നായികയും വലിയ കാര്യമാക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ജൂലി നായകനോട് ചോദിക്കുവാണ്, അല്ല അമേരിക്കയിലുണ്ടായിരുന്ന നീ എന്തിനാ ഇറ്റലിയിൽ കിടക്കുന്ന ഈ ഒരു കോൺവെന്റിലേക്ക് ചേരാൻ വേണ്ടി വന്നത്? ഇത് കേട്ട നായിക പറയാണ്, ഇവിടുത്തെ ഫാദർ ഇല്ലേ അദ്ദേഹമാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ നായകൻ ജൂലിയും പരിചയപ്പെടുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പള്ളിയാണ്. കോൺവെന്റിലേക്ക് പുതിയതായിട്ട് എത്തിയ നായികയാണ് ഇന്ന് പള്ളിയിൽ പ്രാർത്ഥന പാടാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാരും പള്ളിയിൽ ഒത്തുകൂടിയ സമയം നായിക ഒരു മെഴുകുതിരിയായിട്ട് അങ്ങോട്ട് വരുന്നു. ഈ സമയത്ത് നായകനെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത ആ ചർച്ച് ഫാദറിനെ കാണിക്കുവാണ്. ഇയാളാണ് അദ്ദേഹം. അങ്ങനെ ഇപ്പൊ പള്ളിയിലേക്ക് ആദ്യമായിട്ട് പ്രാർത്ഥന പാടാൻ വേണ്ടി എത്തിയ നായികനെ അയാൾ അങ്ങനെ വെൽക്കം ചെയ്യുന്നു. ഇതേ സമയം തന്നെ അവളെ നടക്കാൻ പോകുന്ന ആ പ്രാർത്ഥനയ്ക്കെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അവിടുത്തെ സീനിയർ ഫാദർ അവിടേക്ക് വരുവാണ്. അങ്ങനെ അവിടെ അയാളുടെ നേതൃത്വത്തില് ആ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അങ്ങനെ അന്ന് നൈറ്റ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നായകനോട് അവളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത ആ ഫാദർ ഇല്ലേ അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് നമുക്ക് നായകൻ എന്ന് വിളിക്കാം. അദ്ദേഹം പറയുവാണ്, എനിക്ക് ശരിക്കും ഒരു ഫാദർ ആവാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് എനിക്ക് ദൈവ വിളി വന്നു. അങ്ങനെയാണ് ഞാനൊരു ചർച്ച് ഫാദർ ആയത്. എന്നെ പോലെ തന്നെ എന്തെങ്കിലും ഒരു കഥ നിനക്കും ഉണ്ടാവുമല്ലോ, ഇനി നീ അത് പറ. ഉണ്ട് ഫാദർ, ഞാനിങ്ങനെ ആവാനും ഒരു കഥയുണ്ട്, ഞാനത് പറയാന്നും പറഞ്ഞ് നായിക അത് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുവാണ്. നായിക അവൾക്ക് 7 വയസ്സുള്ളപ്പോ ഒരു മഞ്ഞ് പ്രദേശത്തു കൂടി അങ്ങനെ നടന്നു പോവായിരുന്നു. അങ്ങനെ മഞ്ഞുകട്ടയുടെ കനം കുറഞ്ഞൊരു സ്ഥലത്തേക്ക് വരുമ്പോ അവളുടെ വെയിറ്റ് കൊണ്ട് ആ മഞ്ഞുകട്ട പൊട്ടി അവൾ താഴത്തെ വെള്ളത്തിലേക്ക് വീഴുന്നു. മഞ്ഞുകട്ടയുടെ അടിയിലുള്ള വെള്ളമായോണ്ട് തന്നെ അതിനത്രയും തണുപ്പായിരിക്കില്ലേ. സോ അതിലേക്ക് വീണ നായിക അങ്ങനെ ആ കൊടും തണുപ്പില് ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അവിടുന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ജീവൻ വെച്ചു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന നായിക പറയുവാണ്, അങ്ങനെ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു വന്ന ദൈവത്തിന് എന്റെ ഈ ജീവിതം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാനൊരു കന്യാസ്ത്രീ ആയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ മുറിയിലേക്ക് എത്തുവാണ്. നേരെ ഒരുപാട് വൈകി. ഇനി കിടക്കാൻ നോക്കാന്ന് വിചാരിച്ച് നായിക ഒന്ന് ഫേസ് എല്ലാം വാഷ് ചെയ്ത് കിടക്കാൻ തുടങ്ങുന്നു. ഈ സമയം ഒരു സ്ത്രീ നിലവിളിക്കുന്ന സൗണ്ട് അവൾ അവിടെ നിന്ന് കേൾക്കുവാണ്. അപ്പൊ അതെന്താന്ന് നോക്കാൻ വേണ്ടി നായിക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ സൗണ്ട് കേൾക്കുന്നത് അവിടുത്തെ ആ പള്ളിയിൽ നിന്നായിരുന്നു. അതായത് കുറച്ചു നേരം മുമ്പ് നായിക പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ പള്ളിയില്ലേ അവിടെ നിന്ന്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നായിക മനസ്സിലാക്കുവാണ് അവിടെ ഒരു ബേസ്മെന്റ് ഏരിയ ഉണ്ടെന്ന്. അവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക അതിന്റെ ഡോറെല്ലാം തുറന്ന് അവിടേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ നായിക കാണുന്നു അവിടെ ഒരു കന്യാസ്ത്രീ അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവരുടെ അടുത്ത് പോയി അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നായിക
ആകെ ഞെട്ടിപ്പോവാണ്. അവരുടെ മുഖത്തിന്റെ തൊലിയല്ല വലിച്ചുരിയപ്പെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇത് കണ്ട് നായിക ആകെ ഞെട്ടി നിൽക്കുന്ന അതേ സമയം തന്നെ അവിടുത്തെ സുപ്പീരിയർ മദർ ഇല്ലേ, അവരവിടേക്ക് എത്തുവാണ്. എന്നിട്ട് നായികയുടെ തോളി തട്ടുന്നു. അപ്പൊ നായിക പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുവാണ്. ഇവരെ കണ്ടത് നായിക എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് നായികനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പെട്ടിന്ന് ഒരു വലിയ ആണി എടുത്ത് നായികന്റെ കയ്യിൽ കൊടുക്കുവാണ്. എന്നിട്ട് നായികനോട് പറയുകയാണ്, പണ്ട് യേശു ക്രിസ്തുവിനെ കുരിശി തറക്കാൻ ഉപയോഗിച്ച ആണിയാണിത്. ആ സമയം അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചു, നമ്മളും അതേപോലെയൊക്കെ അനുഭവിക്കണം. ഇങ്ങനെയും പറഞ്ഞ് അവരാണെങ്കിൽ അവരുടെ കൈ കാട്ടി കൊടുക്കുന്നു. അവരുടെ കയ്യിൽ ഈ സമയം വലിയൊരു ഓട്ടയുണ്ടായിരുന്നു. അത് കണ്ട നായിക മനസ്സിലാക്കുന്നു അവരെ ആണി വെച്ച് അവരുടെ കയ്യിൽ സ്വയം കുത്തിയതാണതെന്ന്. ഇപ്പൊ അവര് പറഞ്ഞു വരുന്നത് നായികനോടും അങ്ങനെ ചെയ്യാനാണെന്ന്. അങ്ങനെ ഈ കാര്യം മനസ്സിലായത് നമ്മുടെ നായികന്റെ ബോധം നഷ്ടാവുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായിക അവിടുത്തെ സീനിയർ ഫാദറിന്റെ അടുത്ത് നിന്ന് കുമ്പസാരിക്കുന്നതാണ്. ഇതേ സമയത്ത് അവിടെയുള്ള ഒരു ഭിത്തിയിൽ നിന്ന് രണ്ട് കൈകൾ പുറത്തേക്ക് വന്ന് നായികനെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ സുപ്പീരിയർ മദറും പിന്നെ മറ്റു കുറച്ച് കന്യാസ്ത്രീകളുമായിരുന്നു. അവരെല്ലാരും കൂടി ഇപ്പൊ നമ്മുടെ നായകന്റെ മുഖം എല്ലാം വലിച്ചു കീറുന്നു. അറ്റ് ദ സെയിം ടൈം ആ സുപ്പീരിയർ മദർ നേരത്തെ അവര് കാണിച്ചു കൊടുത്ത ആണിയില്ലേ, അത് വെച്ച് നായകനെ ആക്രമിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ പെട്ടെന്ന് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനില് നമ്മുടെ നായകൻ ഞെട്ടി എഴുന്നേക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ ഈ കണ്ടതെല്ലാം നായിക കണ്ട സ്വപ്നമായിരുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായികയ്ക്കും അവളെ പോലെ തന്നെ ഈ ഇടയ്ക്ക് ആ കോൺവെന്റിലേക്ക് എത്തിയ മറ്റു ചില കന്യാസ്ത്രീകൾക്കും ഇസബെല്ല അവിടുത്തെ ചുറ്റവട്ടങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്ന് നൈറ്റ് നമ്മുടെ നായിക കിടന്നുറങ്ങുന്ന സമയം ആ കോൺവെന്റിലുള്ള അല്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രായമായ കന്യാസ്ത്രീ വന്നിട്ട് നായകന്റെ കുറച്ച് മുടി കട്ട് ചെയ്തെടുക്കുവാണ്. ആ കന്യാസ്ത്രീക്ക് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക അത് വലിയ കാര്യമാക്കുന്നില്ല. അതിന്റെ അടുത്ത ദിവസം നമ്മുടെ നായികയാണെങ്കിൽ വല്ലാതെ ശ്രദ്ധിക്കുവാണ്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് അറിയാൻ വേണ്ടി നായകനെ പെട്ടെന്ന് അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഒരു ഞെട്ടിക്കുന്ന കാര്യം അവരോട് പറയുകയാണ്, കന്യാസ്ത്രീയായി നമ്മുടെ നായിക പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ട് അവരെല്ലാരും ഒരുപാട് ഞെട്ടുവാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനെ അവിടെ ഇരുത്തി ആ പള്ളിയിലെ ഫാദേഴ്സും പിന്നെ നായകനെ ചെക്ക് ചെയ്ത ഡോക്ടറും അവിടുത്തെ സുപ്പീരിയർ മദറല്ല ഇതിനെപ്പറ്റി അവളോട് ചോദിക്കുന്നു. സത്യമായിട്ട് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നായിക ഈ സമയത്ത് ഉറപ്പിച്ച് പറയുവാണ്. നായിക അത്രയും ഉറപ്പിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ സീനിയർ ഫാദർ പറയുകയാണ്, ഇനി ഒരു പക്ഷേ നമ്മുടെ യേശുക്രിസ്തു പുനർജന്മം എടുക്കാൻ പോകുന്നത് ഇവളുടെ വയറ്റിലൂടെ ആയിരിക്കുമോ എന്ന്. കാരണം കന്യകത്വം നഷ്ടാവാത്ത നായികയ്ക്ക് അല്ലാതെ എങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും. ഇത് കേട്ട നമ്മുടെ നായകനായ ഫാദർ ഇല്ലേ, അദ്ദേഹവും ആ സുപ്പീരിയർ മാത്രമല്ല ശരിയാണ് ഇത് ദൈവപിറവി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവര് നായികനെ ആ കോൺവെന്റിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം നമ്മുടെ നായികയാണെങ്കിൽ നായകനായ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, ഈ കോൺവെന്റിൽ ഇത്രയധികം കന്യാസ്ത്രീകൾ ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന്. ഇത് കേട്ട നായകൻ അവളോട് പറയുവാണ്, അത് നീ തന്നെ എന്നോട് പറഞ്ഞില്ലേ നിന്റെ ചെറിയ പ്രായത്തില് നിനക്ക് വലിയൊരു അപകടം പറ്റിയിട്ടും ദൈവകൃപ കൊണ്ട് നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. ഇങ്ങനൊരു കാര്യം നിന്നിലൂടെ നടക്കാൻ വേണ്ടിയായിരിക്കും അന്ന് ദൈവം നിനക്ക് ജീവൻ തിരിച്ചു തന്നത്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അമേരിക്കയിലുള്ള നീ ഇവിടെ ഇറ്റലിയിലുള്ള ഈ ഒരു കോൺവെന്റ് വരെ എങ്ങനെ എത്തി? അതൊരു നിമിത്തം തന്നെയല്ലേ. ഇതെല്ലാം കേട്ട നായികയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവിടെയുള്ള കന്യാസ്ത്രീകളെല്ലാം നായികയ്ക്ക് നല്ല റെസ്പെക്ട് കൊടുത്ത് യേശുവിന്റെ അമ്മയായ മേരി മാതാവിനെ നോക്കുന്ന പോലെ അവളെ നോക്കാൻ തുടങ്ങുന്നു. അവളെ സ്നേഹിക്കാനും അവളെ ആരാധിക്കാനും തുടങ്ങുന്നു. അങ്ങേക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ സമാധാനത്തോടുകൂടി അവളുടെ ബാധരപ്പിലെ കുളിക്കാൻ വേണ്ടി കിടക്കുവാണ്. ഈ സമയം ആരോ പെട്ടെന്ന് വന്ന് ആ വെള്ളത്തിലേക്ക് അവളെ മുക്കി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതാരം നോക്കിയിട്ടുണ്ടെങ്കിൽ നായികനോട് വെച്ച് പരിചയപ്പെട്ട ഇസബെല്ല എന്ന് പറയുന്ന ആ കന്യാസ്ത്രീയായിരുന്നു. നായികയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ സൗഭാഗ്യങ്ങളെല്ലാം ആലോചിച്ച് അസൂയ തോന്നിയാണ് അവളിപ്പോ നായകനെ കൊല്ലാൻ ശ്രമിച്ചത്. നിനക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം എനിക്ക് വേണം, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നതും. എന്നാൽ ഈ സമയം എന്തൊരു ഭാഗ്യം കൊണ്ട് നായകന്റെ കരച്ചിൽ കേട്ട് അവിടേക്ക് മറ്റു ചില കന്യാസ്ത്രീകൾ ഓടി വരുന്നു. അങ്ങനെ അവർ ഈ കാഴ്ച കണ്ടുകൊണ്ട് നായകനെ അവർക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം കൊണ്ട് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടി അവരൊരു ചെക്കപ്പ് നടത്തുവാണ്. ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണാൻ വേണ്ടി അവിടേക്ക് നായകൻ എത്തുവാണ്. ഈ സമയം നായകനോട് നായിക ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഫാദർ ഇസബെല്ല എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. നിന്റെ വയറ്റിൽ യേശുക്രിസ്തു വന്ന് പിറന്നത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല. നിനക്ക് കിട്ടുന്ന മര്യാദയും സ്നേഹവും ബഹുമാനവും എല്ലാം അവൾക്ക് കിട്ടാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്ന്. അങ്ങനെ നായിക നോക്കിയതിനു ശേഷം അവര് നായകനെ തിരിച്ച് കോൺവെന്റിലേക്ക് കൊണ്ടുവരുവാണ്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക ആ കോൺവെന്റിന്റെ വരാന്തയിലൂടെ അങ്ങനെ നടന്നു വരുവാണ്. അപ്പോഴാണ് ആ റൂഫിൽ നിന്ന് ഒരു കന്യാസ്ത്രീ താഴേക്ക് ചാടുന്നതായിട്ട് നായിക കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് ഇതേ സമയം അവിടെയുള്ള ബാക്കി കന്യാസ്ത്രീകൾ ഓടിക്കൂടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നായിക അവിടേക്ക് ചെന്ന് നോക്കുന്നു. താഴേക്ക് ചാടിയിരിക്കുന്നത് ഇസബെല്ല എന്ന് പറയുന്ന ആ കന്യാസ്ത്രീയായിരുന്നു. അന്ന് നായിക സ്വപ്നത്തിൽ കണ്ട പോലെ മുഖത്തിലെ തോരെല്ലാം വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇസബെല്ല. അങ്ങനെ ഇതെല്ലാം കണ്ട് നായിക ആണെങ്കിൽ വല്ലാതെ അപ്സെറ്റ് ആവുന്നു. അടുത്ത സീനിൽ ഇസബെല്ലിന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം അവിടെ നടക്കുവാണ്. ഇതേസമയം നായിക എന്ന് ഇവിടെ വെച്ച് പരിചയപ്പെട്ട ജൂലി എന്ന് പറയുന്ന ആ കന്യാസ്ത്രീയില്ലേ, അവള് നായികനോട് പറയുവാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളില് തനിക്ക് എന്തൊക്കെ ഡൗട്ട് തോന്നുന്നുവെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പെട്ടെന്ന് നിന്റെ വയറ്റിൽ എങ്ങനെ വന്ന് പിറന്നു? തീർച്ചയായിട്ടും അവര് പറയുന്ന പോലെ ഇത് യേശു ക്രിസ്തു ഒന്നുമല്ല, ഇതിലെന്തൊരു ചതിയുണ്ട്. അത് മാത്രമല്ല ഇത്രയും നാളെ നമ്മുടെ കൂടെ ഒരു സഹോദരനെ പോലും ഉണ്ടായിരുന്ന ഇസബെല്ല പെട്ടെന്ന് എങ്ങനെ മരണപ്പെട്ടു? അവൾക്ക് നിന്നെ എങ്ങനെ കൊല്ലാൻ ശ്രമിക്കാൻ തോന്നി? അങ്ങനെ ജൂലി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടതും നായിക അതിനെപ്പറ്റി ആലോചിക്കുവാണ്. ഇതേ സമയം തന്നെ ജൂലി
ജൂലി നായകനോട് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് അവിടേക്ക് ആ ഫാദർ വരുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയം അയാൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടു എന്ന് മനസ്സിലാക്കിയോണ്ട് ജൂലി അത്രയും പേരെ മുമ്പിൽ വെച്ച് അവൾക്ക് തോന്നിയ സംശയങ്ങളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ ആ സീനോട് കെട്ടായി അന്ന് രാത്രി നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ മുറിയിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങാതിരിക്കുവാണ്. ഈ സമയം മുറിന്റെ ഭിത്തിയിൽ തൂക്കിയിരുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ അവിടെ നാണി ഇളകി വീഴാൻ പോവാണ്. അപ്പൊ ആ ഫോട്ടോ ഇരുന്ന ഭിത്തിയില് ഫോട്ടോയ്ക്ക് പുറകിലായിട്ട് എഴുതി വെച്ചിരുന്ന ഒരു വാചകം നായിക ശ്രദ്ധിക്കുന്നു. അത് ബൈബിളിലുണ്ടായിരുന്ന ഒരു വാചകമായിരുന്നു. അതിന്റെ മീനിങ് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചികിത്സമാരെ ഇടയ്ക്കിടയ്ക്ക് മാലാകമാരെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു രീതിക്ക് വരുമെന്നായിരുന്നു. അങ്ങനെ ഇതും കൂടി മനസ്സിലാക്കിയതോടെ നായകന്റെ മനസ്സിലുള്ള ഡൗട്ട് വീണ്ടും കൂടുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക അടുത്ത സീനില് ആരും അറിയാതെ ആ സുപ്പീരിയർ മദറിന്റെ റൂമിലേക്ക് എത്തി അവരുടെ ടേബിളൊക്കെ ഒന്ന് പരിശോധിക്കുവാണ്. അപ്പൊ അതിലെ ഡ്രോയിൽ നിന്ന് നായികയ്ക്ക് ഒരു പത്ര കട്ടിങ്സ് കിട്ടുന്നു. അതിലുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായിക അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടായിരുന്നല്ലോ, ആ ഒരു ന്യൂസ് ആയിരുന്നു. അതാ സമയം പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ന്യൂസ് കണ്ട നമ്മുടെ നായിക ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കുവാണ്. അപ്പൊ ഇവരൊക്കെ കൂടി തന്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം മനസ്സിലാക്കിയോണ്ടാണ് നൈസായിട്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചതെന്ന്, എന്നിട്ട് ഒന്നും അറിയാത്തവരെ തന്റെ മുമ്പിൽ അവർ നടിക്കുവാണെന്ന്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു മുറിയിൽ നിന്ന് നായികന്റെ ഫ്രണ്ടായ, അതായത് ഇന്ന് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ജൂലി എന്ന് പറയുന്ന പെണ്ണില്ലേ, അവളുടെ നിലവിളിയെല്ലാം നായിക കേൾക്കുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അവിടെ ചെന്ന് അവിടെയുള്ള ഒരു ഹോളിലൂടെ അകത്തേക്ക് നോക്കുന്ന സമയം അതിനകത്ത് ആ ജൂലി എന്ന് പറയുന്ന കന്യാസ്ത്രീനെ ആ കോൺവെന്റിന്റെ അധികാരികൾ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതായിട്ടൊക്കെ നായിക കാണുവാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് നായിക ഞെട്ടിയിരിക്കുന്ന അതേ സമയം തന്നെ അവളുടെ പുറകിലൂടെ ആരോ വന്ന് അവളുടെ വാ ഊത്തുന്നു. അതാരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് നായകന്റെ മുടി മുറിച്ചോണ്ട് പോയ ആ പ്രായമായ കന്യാസ്ത്രീ ആയിരുന്നു. അവരന്ന് മുറിച്ചോണ്ട് പോയ മുടി വെച്ചിട്ട് അവരിപ്പോ എന്തോ ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്ത് അതൊരു കുരിശിന്റെ രൂപത്തിൽ കെട്ടിയിട്ട് നായകന്റെ കൈ കൊടുത്ത് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ഈ സമയം നായിക അവരെ തടഞ്ഞു നിർത്തി എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറയുന്നു. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ അവിടുന്ന് പോകുന്നു. ഇപ്പൊ നായിക മനസ്സിലാക്കുവാണ് ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണെന്ന്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക അവളുടെ ബെഡിൽ കിടന്നുകൊണ്ട് അലറി വിളിക്കുവാണ്. ഇത് കേട്ടിട്ട് അവിടെയുള്ള കന്യാസ്ത്രീകളെല്ലാം അവിടെ കൂടി വരുന്നു. നോക്കുന്ന സമയത്ത് ബെഡിൽ നിറയെ ബ്ലഡ് ആണ്. പ്രസവിക്കാനായ പെണ്ണല്ലേ ഇത്. ഈ ബ്ലഡ് എല്ലാം കണ്ടപ്പോ അങ്ങനെ എന്തോ കുഴപ്പം പറ്റിയതാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവളെ ആശുപത്രിയിൽ എത്തിക്കാന്നും പറഞ്ഞ് നമ്മുടെ നായകനായ ഫാദർ അവളെ വണ്ടി കയറ്റി അവിടുന്ന് കൊണ്ടുപോവാണ്. ഇതേസമയം അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചെന്ന് വിചാരിച്ച് ആ സുപ്പീരിയർ മദർ ആണെങ്കിൽ അവളുടെ ബെഡിനടുത്തിരുന്ന് കരയുവാണ്. അപ്പോഴാണ് ആ ബെഡിന് അടിയിലായിട്ട് ഒരു കോഴി കിടക്കുന്നത് അവർ കാണുന്നത്. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നായകന്റെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ആയിരുന്നു ഇതെന്ന്. ശരിക്കും ആ ബ്ലഡ് ഒന്നും നായകന്റേതല്ലായിരുന്നു, ആ കോഴിന്റേതായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യം മനസ്സിലാക്കി മാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നായകനോടൊന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഫാദറിനെ വിളിച്ച് ഈ കാര്യം പറയുന്നു. ഈ കാര്യം മനസ്സിലായത് ഫാദർ ആണെങ്കിൽ വണ്ടി നിർത്തുവാണ്. അപ്പൊ നായികയ്ക്കും മനസ്സിലായി നടന്ന കാര്യങ്ങളെല്ലാം ഇയാളെ അവര് വിളിച്ചു പറഞ്ഞു എന്ന്. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ പെട്ടെന്ന് കാറിന്റെ ഡോറും തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. എന്നാൽ സ്പീഡിലൊന്നും ഓടാൻ നായികയ്ക്ക് കഴിയുന്നില്ല, കാരണം നായിക പ്രഗ്നന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ പുറകെ ഓടി വന്ന് നായകൻ പിടിക്കുവാണ്. അത് കഴിഞ്ഞ് അവളെ വീണ്ടും ആ കോൺവെന്റിലേക്ക് എത്തിക്കുവാണ് അയാള്. എന്നിട്ട് അവിടെയുള്ള ഒരു വലിയ മുറിയിൽ അവളെ ഒരു ചെയറിൽ കെട്ടിവെക്കുന്നു. എന്നിട്ട് ഇപ്പൊ അവളുടെ അടുത്തേക്ക് അന്ന് ആ സുപ്പീരിയർ മദർ പറഞ്ഞു കൊടുത്ത യേശുക്രിസ്തുവിനെ തറയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ആണിയില്ലേ, അതും എടുത്തോണ്ട് അയാൾ വരുവാണ്. എന്നിട്ട് നായകനോട് അയാൾ പറയുകയാണ് യേശുക്രിസ്തുവിനെ തറയ്ക്കപ്പെട്ട് ഈ ആണി വെച്ച് നിന്നിലൂടെ പുതിയ യേശുക്രിസ്തുവിനെ ഞങ്ങൾ സൃഷ്ടിക്കാൻ പോവാണ്. ഇത് കേട്ട നായിക നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തുവാണോ, എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുന്നു. ഇത് കേട്ട നായകൻ പറയാണ് ഞാൻ പറയുന്ന ഒന്നും ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നിനക്ക് ഞാനൊരു കാഴ്ച കാട്ടിത്തരാമെന്നും പറഞ്ഞ് അയാളിപ്പോ അയാളുടെ ലാബിലേക്ക് നായകനെ അങ്ങനെ കൊണ്ടുപോവാണ്. ഈ സമയം നായിക അവിടെ ഒരു കാഴ്ച കാണുന്നു. അതായത് കുറെ മരുന്ന് ഡപ്പികളില് ഇതുപോലുള്ള ഇൻഫൻസിനെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട നായികയ്ക്ക് മനസ്സിലായി അപ്പൊ അയാൾ ഇതുപോലത്തെ പരീക്ഷണം ചെയ്യുന്ന ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പേ നായികനെ പോലെ ഒരുപാട് കന്യാസ്ത്രീകളെ ഇവിടേക്ക് എത്തിച്ച് അയാൾ ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ എന്തൊരു ദൈവാനുഗ്രഹമുള്ള നായകനെ ഇവിടേക്ക് എത്തിച്ച് നായികയിൽ അത് ശ്രമിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായിക എന്നെ ഇവിടുന്ന് വിടുന്നും പറഞ്ഞ് അങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സമയം നായകനെ അടക്കിയിരുത്താൻ വേണ്ടി അയാൾ നായകന്റെ രണ്ട് കാലിലും ഒരു കുരിശ് പഴുപ്പിച്ച് അത് വെച്ച് പൊള്ളിക്കുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടു കാലിലും അടിഭാഗം പൊള്ളിയോണ്ട് നായികയ്ക്ക് നടക്കാൻ കഴിയാതായി പോവാണ്. എന്നിട്ട് അയാൾ നായികനെ അവിടെയുള്ള മുറിയിൽ പൂട്ടിയിടുന്നു. ഈ സമയം നായികനെ തുറന്നു വിടുന്നു പറഞ്ഞ് അതിന്റെ വാതിലെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഘട്ടത്തിൽ നായിക ആകെ ടയർഡായി തളർന്നു വീഴുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞ അവരാണെങ്കിൽ അവിടേക്ക് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് നായകനെ ചെക്ക് ചെയ്യിപ്പിക്കുവാണ്. കുഞ്ഞിന്റെ വളർച്ച ഏകദേശം എത്തിക്കഴിഞ്ഞു, സോ എത്രയും വേഗം ഡെലിവറി ഉണ്ടാവുന്ന ഈ സമയത്ത് ഡോക്ടർ പറയുവാണ്. അങ്ങനെ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് അവളുടെ അടുത്ത് ഡോക്ടർ ആ സുപ്പീരിയർ മദറിനെ ഇരുത്തി അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നായിക മനസ്സിലാക്കുവാണ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള നല്ല ചാൻസ് ആണ് ഇതെന്ന്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കുറച്ച് അവിടെ കിടക്കുന്നു. എന്നിട്ട് ഒരു തക്കം കിട്ടുമ്പോൾ അവിടെ ഇരിക്കുന്ന വലിയൊരു ഇരുമ്പിന്റെ കുഴിച്ചെടുത്ത് ആ സുപ്പീരിയർ മദറിന്റെ തലയടിച്ച് പൊട്ടിച്ച് അങ്ങനെ നായിക അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നായികന്റെ അടിയിൽ അവര് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നായിക പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ ആ സീനിയർ ഫാദർ നിൽക്കുന്നതാണ്. അയാളെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നായികയാണെങ്കിൽ നൈസായിട്ട് അയാളുടെ പുറകിലൂടെ നിന്ന് അയാളുടെ കഴുത്ത് തിരിച്ച് അയാളെ കൊല്ലുവാണ്. അത് കഴിഞ്ഞ് നായിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയം തന്നെ അവൾക്ക് കറക്റ്റ് ആയിട്ട് പ്രസവവേദന വരുവാണ്. എന്നാൽ അതൊക്കെ സഹിച്ച് നമ്മുടെ നായിക വീണ്ടും അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ അവിടെ നേരെ എത്തുന്നത് നമ്മുടെ നായകന്റെ ലാബിലേക്കായിരുന്നു. നേരത്തെ നായകനെ അവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് അയാൾ അവിടെ യേശുക്രിസ്തുവിനെ തറച്ചു എന്ന് പറയുന്ന ആണി വെക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ നായിക അതെടുത്ത് കൈ പിടിക്കുന്നു. അതിനുശേഷം കുറച്ച് പെട്രോൾ എടുത്ത് അവിടെ മുഴുവൻ ഒഴിച്ച് ആ ലാബിലും നായിക തീ കൊടുത്താൻ ശ്രമിക്കുവാണ്. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് അവിടേക്ക് നായകൻ എത്തുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ട നായകൻ ഒരിക്കലും നീ അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞ് നായകനെ തടയുവാണ്. ഇല്ലടെ ഇനി ഈ ലാബ് ഉപയോഗിച്ച് നീ ആരെടുത്തും ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യരുത് ഇങ്ങനെയും പറഞ്ഞ് നായിക അവിടേക്ക് തീയിടാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ നായകനുള്ള
കൈ കയറി പിടിക്കുന്നു. അപ്പൊ നായികയാണെങ്കിൽ എങ്ങനെയോ അയാളുടെ കൈ വിടിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. അപ്പൊ അയാളും നായകനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി വരുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് നമ്മുടെ നായിക ഓടി പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വാതിൽ അടയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു ഗ്രില്ലിന്റെ ഡോർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതും അടച്ച് നായിക അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയം അതിനിടയിലൂടെ കൈയിട്ട് അയാളെ നായകനെ പിടിക്കുന്നു. ഈ സമയം നായിക എന്താ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന ലൈറ്റർ കത്തിച്ച് നേരെ അകത്തേക്ക് എറിയുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ മുഴുവൻ തീ പിടിക്കുന്നു. കാരണം നായിക നേരത്തെ അവിടെ പെട്രോൾ എല്ലാം ഒഴിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ആ ലാബിന് തീ പിടിക്കുന്ന സമയം ഫാദറിനും പരിക്ക് പറ്റുവാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ നായിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ഇതേ സമയം ലാബിലുണ്ടായിരുന്ന ഫാദറിനാണെങ്കിൽ തീപ്പൊള്ളലിൽ ഒരുപാട് പരിക്കേൽക്കുന്നുണ്ട്. എന്നാലും അയാൾ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ഡോർ ചവിട്ടി പൊളിച്ച് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. ഇത്രയൊക്കെ പറ്റിയെങ്കിലും അയാൾ നായകനെ വിടാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അയാൾ വീണ്ടും നായകന്റെ പുറകെ വരുവാണ്. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നായിക അവിടെ അടുത്തുള്ള ഒരു ഗുഹേന്റെ ഉള്ളിൽ കൂടി കയറി അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വിളിച്ചിരിക്കുന്നു. ഈ സമയം നമ്മുടെ നായിക അവിടെ ജൂലി എന്ന് പറയുന്ന ആ കന്യാസ്ത്രീന്റെ ഡെഡ് ബോഡി കാണുവാണ്. ജൂലി എന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പം അത് നായകനോട് തുറന്നു പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമാക്കിയായിരുന്നല്ലോ. ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവരെല്ലാവരും കൂടി അവളെ പിടിച്ചോണ്ട് പോയിട്ട് ആ റൂമിലിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതായിട്ട് നായിക കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇവിടെ കൊല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആരും കാണാതിരിക്കാൻ വേണ്ടി ബോഡി കൊണ്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചതാണ്. എന്തായാലും ഇപ്പൊ ഇവിടേക്ക് എത്തി നമ്മുടെ നായിക അതും കണ്ടു. അങ്ങനെ നായിക വീണ്ടും ഡെസ്പ് ആവുകയാണ്. ഇതേ സമയം തന്നെ നായിക അവിടെ ഒളിച്ചിരിക്കുന്ന കണ്ട് അവിടേക്ക് ആ ഫാദർ വരുന്നു. അയാളുടെ മുഖമൊക്കെ കത്തി കഴിഞ്ഞ അവസ്ഥയിലാണ്. അയാളുടെ ലാബ് തന്നെ നായിക കത്തിച്ച് കളഞ്ഞായിരുന്നല്ലോ. ഈ ഒരു ദേഷ്യം കൊണ്ട് അയാളാണെങ്കിൽ ഇപ്പൊ നായികനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് അയാൾക്ക് നായികന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ വേണമായിരുന്നു. ഇപ്പൊ നായികന്റെ വയറ് കയറി അയാൾ ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ നായിക നേരത്തെ അയാളുടെ ലാബിൽ പോയപ്പം യേശുക്രിസ്തുവിനെ തറക്കാൻ ഉപയോഗിച്ച ആ ആണിയെടുത്ത് കൈ പിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിപ്പോഴും നായിക കളഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് വെച്ച് നായിക വേറെ നിവൃത്തിയില്ലാതെ അയാളുടെ കഴുത്തി കുത്തി അയാളെ കൊന്നു കളയുന്നു. അതിനുശേഷം നായിക ആ ഗുഹയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും വേദന കൊണ്ട് നമ്മുടെ നായിക അവിടെ വെച്ച് തന്നെ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. എന്നാൽ കുഞ്ഞിനെ കണ്ട് നായിക അകഞ്ഞെട്ടി പോവാണ്. അവളുടെ വയറ്റിലുണ്ടായിരുന്നത് ഒരു മനുഷ്യ കുഞ്ഞല്ലായിരുന്നു, ഒരു സാത്താന്റെ കുഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിനെ കണ്ടത് നായിക ഉറപ്പിക്കുവാണ് ഇത് ഈ ഭൂമിയിൽ വളർന്ന അത് ഈ ഭൂമിക്ക് നാശം ഉണ്ടാക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായിക അവളുടെ മുറിയിലെ ആ ഫോട്ടോയിന് പുറകിലായിട്ട് എഴുതി വെച്ചിരുന്ന ആ ബൈബിളിലെ വാചകം ഓർക്കുന്നു. സാത്താന്മാര് ചിലപ്പം മാലാഖമാരുടെ രൂപത്തിലും വരുമെന്ന്. അങ്ങനെ ഇപ്പൊ ഇതും അതുപോലത്തെ സംഭവമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായികയാണെങ്കിൽ അടുത്തുനിന്ന് ഒരു കല്ലെടുത്ത് അതിനെ തല്ലിക്കൊല്ലുന്നു. അതിനുശേഷം നമ്മുടെ നായിക ആ കോൺവെന്റ് വിട്ട് അങ്ങനെ എവിടുന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.